ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ പരകാല പ്രഭാകർ. നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറാനുള്ള സാധ്യതകളെ പരകാല പ്രഭാകർ തള്ളിക്കളഞ്ഞു. ബി.ജെ.പിക്ക് 230-ൽ കൂടുതൽ സീറ്റുകൾ നേടാനാവില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബി.ജെ.പി 370 സീറ്റും എൻ.ഡി.എ 400 സീറ്റും നേടുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. 400-ലധികം സീറ്റുകൾ നേടുമെന്ന ബി.ജെ.പിയുടെ അവകാശവാദം അവരുടെ തന്ത്രമാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ജയിക്കുമോ തോൽക്കുമോ എന്ന ചർച്ചകൾക്കുപരി ജനങ്ങൾ ഈ സംഖ്യകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബി.ജെ.പി ഇത്തരം അവകാശവാദവുമായി വരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ട്രൽ ബോണ്ട് വിധി പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യുകയാണെന്നും മോദിയുടെ വ്യക്തിത്വത്തിന്റെ ധാർമ്മിക അടിത്തറ തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ പൗരന്മാരും ബി.ജെ.പി മോദിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്നും ബി.ജെ.പിക്ക് 220-230 സീറ്റുകൾ പോലും നേടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. 145 എംപിമാരെ സസ്പെൻഡ് ചെയ്ത മറ്റേതെങ്കിലും ജനാധിപത്യ രാജ്യമുണ്ടോ? ഒരു വർഷത്തോളമായി സംസ്ഥാനം കത്തുന്ന മറ്റേതെങ്കിലും രാജ്യമുണ്ടോ? പ്രധാനമന്ത്രി അവിടേക്ക് പോകുകയോ മണിപ്പൂരികളുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നില്ല. സംസ്ഥാനങ്ങളുടെ അധികാരവും തട്ടിയെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 3 കാർഷിക നിയമങ്ങൾ പാസാക്കുന്നതിനു മുൻപ് സർക്കാർ കർഷകരോട് 10 മിനിറ്റ് പോലും സംസാരിച്ചില്ലെന്നും പരകാല വിമർശിച്ചു. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഇത് രാജ്യത്തെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ ഭൂപടവും ഭരണഘടനയും പൂർണ്ണമായും മാറ്റപ്പെടും. കൊലപാതകങ്ങൾ, പാകിസ്ഥാനിലേക്ക് ആളുകളെ അയക്കൽ എന്നിവ ചെങ്കോട്ടയിലെ പ്രഖ്യാപനങ്ങളാകും. മണിപ്പൂരിലും ലഡാക്കിലും നടക്കുന്നത് അനിവാര്യമായും രാജ്യത്തുടനീളം സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മോദിക്ക് 230 വോട്ടുകൾ ലഭിച്ചാൽ ബി.ജെ.പി സഖ്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയില്ലെന്നും മറ്റൊരു പാർട്ടിയും മോദിയെ പിന്തുണയ്ക്കില്ല എന്നും അദ്ദേഹം പ്രവചിച്ചു. ഇന്ത്യയിലെ വരുമാന അസമത്വത്തെക്കുറിച്ച് സംസാരിച്ച പരകാല പ്രഭാകർ അദാനിയുടെ ഉദയവും മോദി സർക്കാരിന്റെ രൂപീകരണവും സമാന്തരമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു മതം എന്ന അവരുടെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വിജയം ഉറപ്പിച്ചാൽ ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു പാർട്ടി എന്ന നിലയിലേക്ക് രാജ്യം വഴിമാറും. മോദി, ഷാ, അദാനി, അംബാനി എന്നിവരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മോദി സർക്കാർ പൗരന്മാർക്ക് 2 സിലിണ്ടറുകളും 5 കിലോ ധാന്യങ്ങളും നൽകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ 6 വിമാനത്താവളങ്ങളും 4 തുറമുഖങ്ങളും നൽകുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഏതായാലും ബി.ജെ.പിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവിന്റെ ഭർത്താവ് തന്നെ മോദിയെ എരുതിയിലിട്ട് പൊരിക്കുന്ന കാഴ്ച അപാരം തന്നെ.